സാർ അങ്ങനെ എഴുതി കൊടുക്കുന്നത് തെറ്റാണ്. കാരണം അവിടെ പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് സാർ റിജക്ട് ചെയ്യുന്നത് ഈ റിപ്പോർട്ട്സിൽ നിങ്ങൾ തന്നിരിക്കുന്ന റിപ്പോർട്ട്സിൽ ഉള്ള സംഗതി അല്ലാതെ പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ അവിടെ സാധനം എനിക്കറിയില്ല. നിങ്ങൾ റിപ്പോർട്ടിൽ സമ്മതിച്ചു. അത് ഞാൻ കാണും. എനിക്കത് നോക്കാനുള്ള അധികാരമില്ല. കോടതിക്ക് നോക്കാം, എനിക്ക് നോക്കാനുള്ള അധികാരമില്ല. ഇത് 24/6/2024 നിങ്ങൾ കൊടുത്തിരിക്കുന്ന അപേക്ഷയോട് മെമ്പർഷിപ്പിന് വേണ്ടി ഇവിടെ ഇത്രയും പേരുടെ സാധനം ചെയ്തതിൽ ആരുടെയെങ്കിലും രജിസ്ട്രേഷൻ ഈ മെമ്പർഷിപ്പ് സാധനം എടുത്തു? എന്തിനാ എന്റെ മാത്രം എടുത്തത്? എന്റെ മാത്രമല്ല രജിസ്ട്രേഷന്റെ സാധനങ്ങൾ എടുത്തിട്ടുള്ളൂ. ബാക്കി എല്ലാവരും സെൻസസ് സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുള്ളൂ. അല്ല ഞാൻ സാറിന് അപ്പൊ എന്തോ നേരത്തെ അറിയായിരുന്നു. പിന്നെ ഇത് ഞാൻ എന്റെ ഇല്ല എന്നുള്ളത് സാറിന് എങ്ങനെ അറിയാം? ഇല്ല എന്നുള്ളത് ഞാൻ ചോദിച്ചത്. ഈ ഫയൽ എടുത്തിട്ട് ഈ ഫയലിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന അപേക്ഷയാണോ? അതെ, ഞാൻ കൊടുത്തേക്കുന്ന അപേക്ഷയാണ്. അതിനകത്ത് ഒന്ന് എന്തെങ്കിലും കടലാസ് ഇവരെടുത്ത് മാറ്റിയിട്ടുണ്ടോ? ഇല്ല. എനിക്കറിയില്ല. ഇപ്പൊ ഞാനത് അവര് പറഞ്ഞ റെഗുലർ മെമ്പർ ആവാൻ എന്നോട് പറഞ്ഞത് ഇപ്പൊ എന്റെ ആധാർ കാർഡും എന്റെ ഡ്രൈവിംഗ് ലൈസൻസും ആണെങ്കിൽ അതായിരിക്കും ഞാൻ കൊടുത്തിട്ടുണ്ടാവുക. ഇവിടെ റെഗുലർ മെമ്പർ ആവാൻ ഇവിടെ റെഗുലർ ഒരു ഫേമിനാണ് മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. അത് സാർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഒരു ഫേമിനാണ് മെമ്പർഷിപ്പ്. അതുപോലെ തന്നെ സാൻഡ്ര തോമസ് പ്രൊഡക്ഷൻസ് എന്ന ഫേമിന് മെമ്പർഷിപ്പ് ഉണ്ട്. ഒരു റെഗുലർ മെമ്പറിന് 3 സെൻസർ സർട്ടിഫിക്കറ്റ് അവരുടെ ക്രെഡിറ്റിൽ കാണിച്ചു കഴിഞ്ഞാൽ അവർ എലിജിബിൾ ആണെന്ന് ബൈലോയിലുണ്ട്. എന്നിട്ട് സാർ എന്തിനാണ് ഇതിനകത്തില്ല എന്ന് പറയുന്നതിന്റെ കാര്യം? സാർ ഇവിടെ റെക്കോർഡ്സിലുണ്ട്. അത് എടുക്കാനല്ല ഞാൻ അവരോട് പറയുന്നത്. ഇവിടുത്തെ റെക്കോർഡ്സിൽ ഇവര് മുമ്പൂടെ ഫ്രൈഡേ ഫിലിംസിന്റെ മാനേജിംഗ് പാർട്ണർ, അത് കഴിഞ്ഞ് ഇവരെ മാറ്റി വിജയ് ബാബു മാനേജിംഗ് പാർട്ണർ, ഇവർ പാർട്ണറുമായി. അത് കഴിഞ്ഞ് 2017 ഇവരെ അതിൽ നിന്ന് മുഴുവനായിട്ട് മാറി യാതൊരു അവകാശവുമില്ല. ഈ മുഴുവൻ പടങ്ങളും വിജയ് ബാബുവിന്റെ ഓണർഷിപ്പിലാണെന്നും അയാളുടെ അവകാശവുമില്ല എന്നും സെൻസർ സർട്ടിഫിക്കറ്റ് സെൻട്രൽ ബോർഡ് തരുന്ന സർട്ടിഫിക്കറ്റ് ആർക്കെങ്കിലും മാറ്റാൻ പറ്റുമോ? എന്റെ പേരിൽ സെൻസർ ചെയ്തിരിക്കുന്ന സിനിമ എന്റെ പേരിൽ ചെയ്തിരിക്കുന്നതാണ്. ഞാൻ നിർമ്മിച്ച സിനിമ തന്നെയാണ്. ഞാൻ ഫേം മാറിയിട്ടേ ഉള്ളൂ. എന്റെ പേരിൽ സെൻസർ കളിക്കാൻ പറ്റുള്ളൂ. ഇതിന് പുറത്തൊരു നീതിപീഠം എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, അത് ഞാൻ നീതി കിട്ടുക തന്നെ ചെയ്യും. എഴുതുമ്പോൾ ഈ പറഞ്ഞ ഈ കൺസേൺ മെമ്പർ പറഞ്ഞ ആ കാര്യത്തില് സാറിന് ഹിയർ ചെയ്യാൻ ഇതുണ്ടെങ്കിൽ അസോസിയേഷൻ കമ്മിറ്റി മെമ്പർ കുറച്ച് കാര്യങ്ങൾ പറയണം. അതുകൊണ്ട് ആൾക്കാർക്ക് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സാർ ചെയ്യണം. അല്ലെങ്കിൽ ഇതൊരു വേറെ ഇവിടെ എന്തോ പുറമത എന്നുള്ള ലെവലിലേക്ക് കാര്യങ്ങൾ വരാൻ പാടില്ല. വളരെ കൃത്യമായ ക്ലാരിറ്റിയോടുകൂടി അതുകൊണ്ടാണ് പറഞ്ഞത്. ഈ ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ഫയൽ എടുത്ത് സാർ പരിശോധിക്കണം. അതിന് പറയാനുള്ള കാര്യങ്ങൾ പറയണം. അത് കൃത്യമായിട്ട് എൻട്രി ചെയ്യണം. അല്ലാതെ പറ്റത്തില്ല.